മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, ചിലത് നിങ്ങൾക്ക് അറിയാത്തതും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഫോൺ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഓരോ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് മൈക്ക്, സ്പീക്കർ, വൈബ്രേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ടച്ച് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ടച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷേ പല മൊബൈലിലും ഇങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇല്ലാത്ത മൊബൈലിൽ അത് എടുക്കേണ്ട ഒരു ട്രിക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇല്ലെങ്കിൽ നമുക്കൊരു കോഡ് നമ്പർ ഡയൽ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന പോലെ *0*# ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ സ്ക്രീനിൽ വരും. നമുക്ക് കളറുകൾ ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ, എല്ലാ കാര്യങ്ങളും, സ്പീക്കർ, എല്ലാ കാര്യങ്ങളും നേരത്തെ കണ്ട അതിലും കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് ഇപ്പോൾ ടച്ച് സ്ക്രീൻ ഞാനിപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്യാണ്. എല്ലാ ഭാഗത്തും ഇതുപോലെ വരഞ്ഞ് നോക്കുക. കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് കാണിച്ചു തരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. ഈ ഒരു കോഡ് നമ്പർ ഡയൽ ചെയ്തിട്ട് നമുക്ക് മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓരോന്നോരോന്നായിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നില്ല, കാരണം ഇതിപ്പോൾ സെൻസറിൻ്റെ കാര്യം കണ്ടോ, എല്ലാ സെൻസറും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ മൈക്രോഫോൺ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി വീണ്ടും ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഷൻ ആൻഡ് ഗസ്റ്റേഴ്സ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ സ്ക്രീൻ, അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ, ഇത് രണ്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഓൺ ചെയ്യാനും സാധിക്കും. വളരെ നല്ല ഓപ്ഷനാണ്. നമുക്ക് ഈ പവർ ബട്ടണൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. അതും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും അതേ ഓപ്ഷനിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അലർട്ട് വെൻ ഫോൺ പിക്ക്ഡ് അപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ കോളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക് സ്ക്രീനിൽ തന്നെ നിങ്ങൾ മൊബൈൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു അലർട്ട്, അതായത് ഒരു വൈബ്രേറ്റ് അടിക്കും. അതിലൂടെ നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും കോളോ മെസ്സേജോ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ട് താഴെ ഇവിടെ മ്യൂട്ട് വിത്ത് ഗസ്റ്റേഴ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ മൊബൈൽ സൈലൻ്റ് ആക്കാൻ മറന്നുപോയി, അപ്പോൾ നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത്, റിങ് അടിക്കുന്ന സമയത്ത് തന്നെ മൊബൈൽ ഇങ്ങനെ ഒന്ന് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഉടനെ അത് സൈലൻറ്റ് മോഡിലേക്ക് മാറും. ആ ഒരു ഓപ്ഷനാണ് ആ ഒരു സെറ്റിങ്സ്. അതും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. തൊട്ട് താഴെ ഇവിടെ പാം സ്വൈപ്പ് ടു ക്യാപ്ചർ എന്ന ഈ ഒരു ഓപ്ഷൻ, ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. കൈവെള്ളയുടെ ഈ ഭാഗം നിങ്ങളൊന്ന് തടവി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതുപോലെ കണ്ടോ, ഇപ്പോൾ സ്ക്രീൻഷോട്ടായി. അതിനുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ, അതും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഇത്രയും ഫീച്ചേഴ്സുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ മറ്റൊരു ഓപ്ഷനും കൂടി കാണാൻ സാധിക്കും, ആക്സസിബിലിറ്റി നിങ്ങൾ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇൻറ്ററാക്ഷൻ ആൻഡ് ഡെക്സ്റ്ററിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അസിസ്റ്റൻറ്റ് മെനു എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ അലോ പെർമിഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഐക്കൺ നിങ്ങളുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടാകും. ഇത് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാനിപ്പോൾ ബാക്ക് വന്നിരിക്കുകയാണ്. ബാക്ക് വന്നാലും ആ ഒരു ഐക്കൺ ഇവിടെ സ്ക്രീനിൽ ഉണ്ടാകും. അവിടെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. കണ്ടോ, മുകളിൽ തന്നെ റീസെൻറ്റ് ബട്ടൺ, ഹോം ബട്ടൺ, ബാക്ക് ബട്ടൺ, നമ്മുടെ മൊബൈലിൽ ഈ താഴെയുള്ള 3 ബട്ടണും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതുമാത്രമല്ല ഒരുപാട് ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്ത് വേറെയുമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ
സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മെനു സെറ്റിംഗ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെയും ഓപ്ഷനുകൾ കൊണ്ടുവരാനും സാധിക്കും. ഓക്കെ, ഈ അസിസ്റ്റൻറ്റ് മെനു എന്ന ഈ ഒരു പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സെലക്ട് അസിസ്റ്റൻറ്റ് മെനു ഐറ്റംസ് എന്ന ഓപ്ഷൻ ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഐക്കണിൽ നിന്നും ഒരുപാട് ഐക്കൺ താഴെ നിന്നും ഇവിടെ നിന്ന് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു ചെറിയൊരു ഐക്കണിൻ്റെ അകത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും സെറ്റിങ്സുകളും കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് മെനു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.